നമ്മുടെ പറമ്പിൽ കുറേ ഏപ്രിൽ ലില്ലീസ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് റെഡ് കളറാണ്, പക്ഷെ റോഡിന്റെ സൈഡിലായിട്ട് കുറേ ഓറഞ്ച് കളറിലുള്ള ലില്ലിപ്പൂക്കൾ കൂടി വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ ലില്ലിപ്പൂക്കളൊക്കെ പറിച്ച് സൈക്കിളിന്റെ ഫ്രണ്ടിലെ ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ട് സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നേ. ഇന്നിവിടെ അത്യാവശ്യം തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ മൂക്കൊക്കെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട്. എനിക്ക് നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ മൂക്കടപ്പൊക്കെ വരാറുണ്ടേ. കുറച്ചു നേരം കുളത്തിന്റെ കരയിൽ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ നേരെ പടുതാക്കുളത്തിലോട്ട് കുറച്ച് വഴുതനങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നമ്മുടെ പടുതാക്കുളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പം മീൻ കൃഷി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ തക്കാളിയൊക്കെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പം തന്നെ തക്കാളിയൊക്കെ ആദ്യമേ പറിച്ചെടുത്ത് വെച്ചു. ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വഴുതനങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കത്രിക ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ വഴുതനങ്ങ പൊട്ടിച്ചെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ചെടിക്ക് കേടൊന്നും പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്ന സമയത്ത് ചെടിക്ക് കേട് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഈ വഴുതനങ്ങ തോരൻ വെക്കാനും തീയലിനകത്തിലിടാനും അതേപോലെ തന്നെ ഉണക്കമീനൊക്കെ കറി വെക്കുന്ന സമയത്ത് കഷ്ണമായിട്ടിടാനും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഈ ഒരു കൂടെ നിറയെ വഴുതനങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും വഴുതനങ്ങ മതി. ഇതുമായിട്ട് വീട്ടിലോട്ട് പോവാം.